ഓക്കെ, ഞങ്ങളെ ഈ വേദിയിലേക്ക് ഇവിടെ ക്ഷണിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പം നമുക്കറിയാം, ഒരു ഓണ പ്രോഗ്രാം ആകുമ്പോൾ ഒരു ഓണപ്പാട്ടിലൂടെ നമുക്ക് തുടക്കം കുറിക്കാം. ഈ പാട്ടിനു വേണ്ടി നിങ്ങൾക്ക് മുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ TV ചാനലുകളുടെ റിയാലിറ്റി ഷോകളുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം സൂപ്പർ ഹിറ്റായിരുന്ന ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ. ആ സ്റ്റാർ സിംഗറിൻ്റെ സീസൺ 4 മലയാളികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു കലാകാരനാണ്, ഒരു മികച്ച ഗായകൻ, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര സ്വദേശി കൂടിയാണ്. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാഹുൽ സത്യനാഥ്. എല്ലാവർക്കും ഈ എളിയ കലാകാരന്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. ഈ വർഷത്തെ ഉടുപ്പി കേരള സമാജത്തിന്റെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അതിനാദ്യം തന്നെ എല്ലാവരോടും, പേരെടുത്ത് പറയുന്നില്ല, എല്ലാ വിശിഷ്ട വ്യക്തികളോടും, നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. കൂടുതൽ സംസാരിക്കേണ്ട ഒരു വേളയല്ല. എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് ഉറക്കത്തിന്റെ ഒരു മൂഡിൽ നിൽക്കുന്ന ഒരു ഫീലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കണം. ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും സപ്പോർട്ടും കൈയടിയൊക്കെ ഉണ്ടാവോ? എന്നാൽ നല്ലൊരു കൈയടി തന്നെ എല്ലാവർക്കും വേണ്ടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളുണ്ട്, ഹരീഷ് ഏട്ടനുണ്ട്, ദേവേട്ടനുണ്ട്, എല്ലാവരും ഇവിടെ റെഡിയാണ്. നല്ലൊരു ഓർക്കസ്ട്ര ഉണ്ട്, നല്ല സൗണ്ട് സിസ്റ്റം. ഇനി വേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ്. അപ്പം കൂടുതൽ ദീർഘിപ്പിക്കാതെ ആദ്യം തന്നെ നമുക്കൊരു ഓണ പാട്ടോട് കൂടി തുടങ്ങാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.
താങ്ക് യു. അടുത്ത ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ അഭിനയിച്ച റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മധു ബാലകൃഷ്ണൻ മധുചേട്ടൻ പാടിയ ഒരു പാട്ടാണ്. വിദ്യാസാഗർ സാർ സംഗീതം ചെയ്ത പാട്ട്. താങ്ക് യു. രാവേറെയായി പൂവേ പൊൻചെമ്പനി പൂവേ ഒരു യാത്രിക നീ വഴി പോകുന്നതു ഒരു കാൽ പെരുമാറ്റം കേട്ടുണരു തിരുവീണ മനസ്സിലൊരി തിരീരൻ തൂവിരൽ കൊച്ചുഴിയൂ. രാവേറെയായി പൂവേ പൊൻചെമ്പനി പൂവേ നീ വരുമ്പോൾ മഞ്ഞുകാലം കൺതുറക്കുന്നു പൊൻവെയിൽ വന്നും അവയ്ക്കാൻ കാത്തുനിൽക്കുന്നു. കറന്നുപോ പകൽക്കിനി പൊഴിഞ്ഞതിൻ കുറുമ്പുകൾ നനഞ്ഞുപോൽ വരും വരെ നിലാവു കാത്തുനിൽക്കുമോ? ഇത് വെറുതെ നിൻ മഴയറിയാനൊരു മഴയുടെ സംഗീതം. രാവേറെയായി പൂവേ പൊൻചെമ്പനി പൂവേ. എല്ലാവരും കൈയിടോ ഇതേ നാളത്തില്ലേ? കാത്തിരിക്കും കാവൽ മേഘം വാതിൽ ചാരുന്നു. വേനൽ മാത്രം നെഞ്ചിനുള്ളിൽ ബാക്കിയാവുന്നു. മരിച്ചു ഞാൻ നടന്നു പോകടും പൊരി ചുരങ്ങളിൽ മനസ്സിലെ കിനാവുകൾ പോവോ നിലാവുപോൽ. ഇത് വെറുതെ നിൻ സ്തുതി അറിയാനൊരു പാർവണ സംഗീതം. രാവേറെയായി പൂവേ പൊൻചെമ്പനി പൂവേ ഒരു യാത്രിക നീ വഴി പോകുന്നതു ഒരു കാൽ പെരുമാറ്റം കേട്ടുണരു തിരുവീണ മനസ്സിലൊരി തിരീരൻ പൂവിരൽ
താങ്ക് യു. അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ 2 പാട്ടിന് ശേഷം ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്ന ഈ ദിവസം ജന്മാഷ്ടമി, അതായത് ഏതൊരു കൃഷ്ണഭക്തൻ്റെയും ഉള്ളിൽ ഭഗവാനെ, പ്രത്യേകിച്ച് ഈ ഉടുപ്പി എന്ന് പറയുന്ന പ്രദേശം തന്നെ നമ്മുടെ ഒക്കെ ഓർമ്മയിൽ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും അതിൻ്റെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഉണ്ട്. ഒരിക്കലും ഇന്നത്തെ ഒരു ദിവസം നമ്മളൊരു കൃഷ്ണഭക്തിഗാനത്തിലേക്ക് പോവുകയാണ്. ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പാട്ട് കേട്ടിട്ട് കണ്ണു നിറയാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മലയാളത്തിൻ്റെ വാനമ്പാടി എക്കാലവും ഏറ്റവും മനം നിറഞ്ഞ് പാടി വെച്ചുപോയ ഒരു പാട്ടാണ്. ബാലാമണി എന്ന വീട്ടുവേലക്കാരിയുടെ ജീവിതം നമ്മളിലേക്ക് പകർത്തി തന്ന രഞ്ജിത്തിൻ്റെ നന്ദനം എന്ന ചിത്രത്തിലെ ആ ഒരു ഗാനത്തിന് ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് സ്വാഗതം ചെയ്തു ഞങ്ങളുടെ കുഞ്ഞനുജത്തി പ്രിയപ്പെട്ട ഗായിക അനഘ ഷാജി. ഒരു നല്ല കൈയടി കൊടുക്കണം അനഘ. Check, 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 hello, check, 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 hello, hello. ഹാപ്പി ഓണം. ഓണം കഴിഞ്ഞൂലേ? ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഓണാഘോഷമൊക്കെ? അടിപൊളിയായിരുന്നോ? സദ്യ കഴിച്ചോണ്ടാണ് ഒരു ക്ഷീണം ആണോ? 2 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. ഞാനും കുറച്ചൊന്ന് ക്ഷീണിച്ചു. പക്ഷെ നമ്മളൊന്ന് അടിപൊളിയാക്കില്ലേ? ഓക്കെ.
താങ്ക് യു. ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? ഈ പാട്ട് നമ്മൾ തുടക്കത്തിലൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും, അവസാനം നമ്മളെല്ലാവരും ചങ്ങത്ത് കൈവെക്കും. കാരണം ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഗംഭീരമായിട്ട് പാടി എന്നല്ല വിശ്വാസം. ഓക്കെ, വളരെ സന്തോഷം. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഈ മൂഡൊന്ന് മാറ്റണ്ടേ? എവിടെ നമ്മളെ വൈബുകാരൊക്കെ ഒരു നല്ലൊരു കൈയ്യടി തന്ന ഒരു അടിപൊളി ആളെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. അയാളുമായിട്ടാണ് ഇനി നിങ്ങളുടെ യാത്ര. ആത്മജ് കൃഷ്ണ ഒരു ഞങ്ങളുടെ പെർഫോമിംഗ് സിംഗറാണ്. വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആത്മജ്. നമസ്കാരം. നമസ്കാരം. ഉഷാറിന് ഒരു കൈയ്യടൊക്കെ ചിരിച്ചോണ്ട് കൈയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. കൂടെ പാടണം, ഡാൻസ് ചെയ്യണം. ചെയ്യത്തില്ലേ? ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കോ? ചെയ്യോ? റെഡി? ഓക്കെ. അഴകെ കണ്ണേരേ എന്റെ കണ്ണി പെണ്ണിൽ അഴക് വിട്ട് കൺകൾ കണ്ണേരേ. അമ്മ 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 ഉൻ പള്ളി താമരേ ഉൻ പാദം കണ്ടേനേ ഉൻ പട്ടു താമണി ചെറിയ ചെറിയ നീളം കണ്ടേനേ. അമ്മ 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 ഒന്ന് കൈയ്യടിച്ച് സുഖമോ കിളി 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 തുടി തുടി വിനമോ അച്ഛൻ നാണയുടെ അയ്യോ അമ്മ 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 ഓരുടെ കയ്യടി உடம்பு டங்கு தேவையில்லை பாமசி உடம்பு டங்கு தேவை
രണ്ടും തേവയിലെ ഫാമസി. കയ്യടി പുറകെ പുറകിലൊക്കെ ഡാൻസ് ചെയ്യൂ ചേട്ടൻ വന്നേ. ഒരു മധുരം നിലാവിൻ ലഹരിയിലെങ്ങും കുടമുല്ലപ്പൂവിരിഞ്ഞു. അതിലാക്കിയ വാസകനാലൊരു പൊന്മലരെയും തേൻവണ്ടു ഞാൻ അലരേ. കയ്യിലൂടെ 1, 2, 3. Mustafa, Mustafa, John Barry, Mustafa, Kalam Kalam Mustafa, day by day, what to buy room day by day, who got a ship friendship, kayini porga Mustafa, Mustafa, John Barry, Mustafa, Kalam Kalam Mustafa, ఇప్పుడు హుషారుగా దిగలేదు నల్లి ఐడియా తెలుగు നമ്മൾ ഡാൻസ് ചെയ്യോ വന്നേ വായോ മുസ്ലാം പെൺകുട്ടി മുത്തുപേച്ചി ഓ സറാമാത്തെ ഏക്കലത്തെ സുരുകി പോച്ച് മുസ്ലാം പെൺകുട്ടി മുത്തുപേച്ചി ഓ സറാമാത്തെ ഏക്കലത്തെ സുരുകി പോച്ച് കൂടെ മേലെ കൂടെ വെച്ചു കച്ചുന്നൂർ പോതടി പെയ്ത് വാങ്ങ ചെല്ലേ കൂടയിലെ കൂടലൂർ വിജിതടി കുറി പോണ്ട് മുസ്ലാം പെൺകുട്ടി മുത്തുപേച്ചി ഓ സറാമാത്തെ സുരുകി പോച്ച് ഉസ്ലാ പെട്ടി ഉസ്ലാ വാടി കട്ടി. കുറച്ച് പേർക്ക് നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് ചുമ്മാ ഇരിക്കുന്നുണ്ട്. എന്നെ കൂടെ പാട്ട് പാടുവോ? നമ്മുടെ ഒരു പാട്ട് പാടുവോ? ഒരു പാട്ട് പാടുവോ? ഞാൻ പാടും പോലെ പാടും പോലെ പാടിയാൽ മതി. ഏ ഹേ ഹമ്മ ഏ നല്ല ഏ ഹേ ഹമ്മ ഏ ഹേ ഹമ്മ ആര് പാടുമ്പോ ഏ ഹേ ഹമ്മ. നിങ്ങളെല്ലാം കൈയെടുത്ത് ചേച്ചി ഉറപ്പായിട്ടും പാട്ട് പാടും. കൊടുത്ത നല്ല പടക്കം മുട്ടുള്ള കൈ കൊടുത്തേ. ഏ ഹേ ഹമ്മ ഏ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമദത്തോടെ വസിക്കും ആപത്തങ്ങാർക്കുമോട്ടില്ലതാനം. ഓക്കേ, ഒരു കയ്യേറി കൊടുത്തേ. ഈ പാട്ടൊന്ന് സ്പീഡാക്കി പടം ഞങ്ങളെ കൂടെ കൂടുമോ? നിങ്ങള് കൂടെ കൂടുവോ? അപ്പോ ആ ചേട്ടൻ കൂടും. ചുമ്മാ എറിയണ കയ്യിൽ എല്ലാവരും 2 കൈയിൽ നിന്ന് മുകളിലോട്ട് പോകും. ഇങ്ങനെ എല്ലാവരും പൊക്കിക്കേ. ആരും പൊക്കാതിച്ചാ 2 കൈയിൽ നിന്ന് പൊക്കിക്കേ. എല്ലാവരും ചേർന്ന് പൊക്കിക്കേ. റെഡി? കുറേ ആൾക്കാർ പൊങ്ങട്ടെ ചേട്ടാ. ചുമ്മാ ഇരിക്കണ കയ്യിൽ റെഡി പൊങ്ങട്ടെ. എല്ലാവരും ചേർന്ന് പൊക്കിക്കേ. റെഡി? 1, 2, 3 ഫോട്ടോ. ആ കയ്യിൽ കൂട്ടിടിക്കാവോ? എല്ലാവരും ചേർന്ന് കൂട്ടിടിച്ചേ. പള്ളി ഉൻ പാദമു കണ്ടേ ഉൻ പട്ടു താമണി ചെറിയ ശ്രീതം കണ്ടേ അമ്മ 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 ഏ 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 അമ്മ 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 കൈയടി
അമ്മയുടെ പേരെന്താ? സുധ. സുധ ചേച്ചി കൂടെ നല്ലൊരു കൈയ്യടി അടിപൊളിയായിട്ട്. താങ്ക് യു. ഈ കണ്ണട ഞാൻ എടുത്തോട്ടെ. കണ്ണട. താങ്ക് യു. ഓക്കെ, ആത്മജന്റെ ഇന്നത്തെ പകുതി പൈസ അമ്മയ്ക്ക് കുഴമ്പ് വാങ്ങാൻ വേണ്ടി കൊടുത്ത് നമ്മൾ വിടുന്നതായിരിക്കും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാനിനി ഒരു അല്പസമയത്തേക്ക് ഞാൻ മാറുകയാണ്. ഞാൻ അടുത്ത ആളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഞങ്ങളുടെ സീനിയർ കലാകാരനാണ്. ഒരുപാട് വർഷമായിട്ട് കേരളത്തിൻ്റെ മിമിക്രി വേദികളിലുണ്ട്. നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെ നിങ്ങൾ കണ്ടു പരിചയിച്ചൊരു മുഖമാണ്. അനിലേട്ടനെ വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെസ്. എല്ലാവർക്കും നമസ്കാരം. സത്യം പറയുകയാണെങ്കിൽ ചെറുപ്പക്കാരികളൊക്കെ വേറെന്തേ പഠിക്ക് പോയിക്കോളി. അമ്മേൻ്റെ ഡാൻസ് കണ്ടിട്ട് അന്തം വിട്ടുപോയി. ഇതിനു മുമ്പ് താങ്ക് യു. നിങ്ങൾ എന്നെ കണ്ടിട്ട് ഇത്രത്തോളം കൈയടിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വലിയ സന്തോഷം. ഞാൻ കുറെ എന്നെ കണ്ടിട്ടല്ലേ അല്ല കാണാനായിട്ട് നിങ്ങളെന്താ ഇവിടെ കുത്തിരിക്കണേ? നിങ്ങളാരാ വിളിച്ചേ? എവിടെയും വലിഞ്ഞു കയറുമല്ലോ. മൈക്ക് ഓൺ ചെയ്യുന്നു. എന്താണ് നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് എടുത്തേ? എടോ ഞാൻ ഇവിടുത്തെ വിശിഷ്ടാതിഥ്യ. ആര് പറഞ്ഞു വിശിഷ്ടാതിഥ്യോ? നിങ്ങളെ ആരാ ക്ഷണിച്ചത്? എടോ എന്നെ ഇവിടെ പിന്നെ ഇവിടുത്തെ സമാജം ഉടുപ്പി സമാജം നിങ്ങളെ വിളിക്കേ? ശരിക്കും ഉടുപ്പി നല്ല പേര്. പണ്ട് ഉടായിപ്പ് നെയ്നും. എന്നിട്ട് പിന്നെ എങ്ങനെ? ഞാനാണ് ഉടുപ്പിന്നാക്കിയേ. നിങ്ങളാണ് ഉടുപ്പിന്നാക്കി? ഞാനല്ലേ ഇവിടെ സ്വാതന്ത്ര്യമായി കൊടുത്തേ. അപ്പൊ നിങ്ങളിപ്പോ ഉടായിപ്പാണ്? ഞാനാണ് ഇവിടുത്തെ സ്വാതന്ത്ര്യമായി കൊടുത്തേ. ഇവിടെ എന്തിനു സ്വാതന്ത്ര്യം? ഇവിടെ മലയാളികൾക്ക് സ്വാതന്ത്ര്യം ഇല്ലേനടോ. സ്വാതന്ത്ര്യം ഇല്ലേ? ഞാനാ വാങ്ങിക്കൊടുത്തേ. നിങ്ങളിതെല്ലാ ഞാൻ ലോകത്തെല്ലാ സ്ഥലത്തും ഞാനല്ലേ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കണേ. ആണോ? പിന്നെ അതെന്താ ഇതിന് മുമ്പ് എന്താ ഇവിടെ പ്രശ്നം? വേറെ ആരും ഭരിച്ചേ ഇവിടെ? ഇവിടെയോ? ഇവിടെ അന്യഗ്രഹ ജീവി. അതിലൊന്നാ നിങ്ങള്? അല്ല, ഒരേ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനല്ലേ ഇവിടെ സ്വാതന്ത്ര്യമായി കൊടുത്തേ. ആണല്ലേ? ഞാൻ പിന്നെ ഇവിടെ ഒരു ഉടുപ്പിയിലൊരു ഓണം നടക്കുമ്പോൾ ഞാൻ നിർബന്ധമാണല്ലോ. ആർക്കും ഇല്ല, നിങ്ങൾക്കായിരിക്കും. അല്ല, ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐതിഹ്യം അറിയാം. എന്താ ഓണം? ഓണം എന്ന് പറഞ്ഞാൽ മഹാബലിനെ വാമനൻ ചവിട്ടി താത്തിയതാണ് ഓണം. അതെല്ലാവർക്കും അറിയാന്ന്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ അടിയില് ഭൂമി അളന്ന്, രണ്ടാമത്തെ അടിയിൽ ആകാശം മൊത്തം അളന്ന്, മൂന്നാമത്തെ അടിയില് മഹാബലിന്റെ തലയിലാണ് വാമനൻ ചവിട്ടിയത്. അതെല്ലാവർക്കും അറിയാലോ. ഏകദേശം ചവിട്ടി താത്തി ഇത്ര വരെ എത്തിയപ്പാണ് എന്റെ എൻട്രി. നിങ്ങൾ എൻട്രിയോ? എന്തിന്? ഞാൻ പറഞ്ഞു വാമന നിർത്ത് ചവിട്ടി താത്താൻ വരട്ടേന്ന്. അങ്ങനെ ഇവൻ അവിടെ നിർത്തി. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം, എന്തായാലും മുപ്പരക്ക് ചവിട്ടി താത്തുകയാണ്, കൊല്ലത്തിലൊരു 10 ദിവസം വരാനുള്ള ഒരു അനുവാദം ഈ കൊടുക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു. എന്നിട്ട് അപ്പൊ ഞാൻ മഹാബലിനോട് ചിക്ക് വരുമോന്ന് ചോദിച്ചു. മൂപ്പര് വരാന്ന് സമ്മതിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വാമനായി താത്തിക്കോ, കൊട പൂട്ടിക്കാതെ താത്തിക്കോന്ന്. അത് ശരി. അങ്ങനെയല്ലേ ഓണം ഉണ്ടായത്. അങ്ങനെയല്ലേ ഓണം ഉണ്ടായത്? അയ്യോ ഒന്നും പറയണ്ട, ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നിങ്ങളെ വിളിച്ചിട്ടൊന്നും നിങ്ങൾ ലേറ്റ് ആയില്ല. ഞാൻ ഇന്നെ വിളിച്ച ആളെ വിളിച്ചിട്ട് മൂപ്പര് ഇപ്പൊ ഫോൺ കൊടുക്കില്ല. എന്താണ് ആരുണ്ട്? നിങ്ങളെ ഉറപ്പിക്കൽ സഹിക്കാൻ വയ്യായിട്ട് വേറെന്ത്? ഒന്നല്ലടോ, എന്താ സ്വിച്ച് ഓഫ് ആയി. ഇവിടെ തിരക്കായിരിക്കും. ഞാനൊന്നും പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണല്ലോ താജ്മഹലിൽ നിന്ന്. ഡൽഹിയിൽ താജ്മഹൽ കുളിക്കണം? താജ്മഹൽ കുളിക്കണ സ്ഥല അല്ല, താജ്മഹലിലാണല്ലോ ഞാൻ ഡൽഹി പോയാൽ താമസിക്കല്. താജ്മഹൽ എങ്ങനെയാണ് ഡൽഹി പോയി നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം തരിക? താജ്മഹൽ വേറെ ഒരു ഇതിലുള്ളതല്ലേ? ഈ താജ്മഹലിന്റെ കഥ അറിയാം എനിക്ക്. അവിടെയുണ്ടോ കഥ? താജ്മഹലിന്റെ കഥ എന്ന് പറഞ്ഞാല്, ഞാൻ മറ്റേ കിറ്റ് ഇന്ത്യ കമ്പനിയിൽ വർക്ക് ചെയ്യാണല്ലോ. ഞാന്, വല്ലഭായി, മോത്തിലാല്, തിലകൻ, താന്തിയാത്തോപ്പി. തിലകൻ ഏത്? നടൻ തിലകനോ? ബാലഗംഗാര തിലകൻ. ഞങ്ങളെല്ലാരും കൂടി കിറ്റ് ഇന്ത്യ കമ്പനിയിൽ വർക്ക് ചെയ്യാണല്ലോ. കിറ്റ് ഇന്ത്യ കമ്പനിയിൽ വർക്ക് ചെയ്യുക? അതങ്ങനെ ഒരു കമ്പനിയാ? ഞങ്ങളല്ലേ കൊറോണ സമയത്ത് കിറ്റ് കൊടുത്തേ. അവിടുന്ന് കിറ്റ് കൊടുത്ത്? പിന്നെ അത് ശരി. കൊറോണ കാലത്ത്? കൊറോണ കാലത്ത് ഞങ്ങൾ ആ കിറ്റ് കൊടുത്ത്. എന്നിട്ട് ആ കിറ്റിൽ ഒന്നും ഇല്ല എന്നാണല്ലോ പറഞ്ഞത്? അല്ല, കിറ്റ് മാത്രമേ ഞങ്ങൾ സ്പോൺസർ ചെയ്തുള്ളൂ, സാധനം ഞങ്ങൾ സ്പോൺസർ ചെയ്തില്ല. അങ്ങനെ അപ്പൊ കിറ്റ് ഇന്ത്യ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു കുതിരപ്പുറത്തൊരു കുതിര സന്ദേശം. ഒരു കത്ത്, കുതിരപ്പുറത്തൊരു കത്ത്. അർജന്റ് ഇമ്മീഡിയറ്റ്ലി ഫ്രം ഷാജഹാൻ. ആര്? ഷാജഹാൻ നിങ്ങൾ വിളിക്കുക? പിന്നെ പെട്ടെന്ന് ചെല്ലേ
എന്നിട്ട് അപ്പൊ ഞാൻ ചെല്ലും. ഞാൻ അപ്പൊ തന്നെ ആ കുതിരപ്പുറത്ത് അങ്ങോട്ട് ചെന്നപ്പോ അവിടെ ഒരു വലിയൊരു സമ്മേളനം നടക്കുക. എന്തിന്റെ? ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. മോത്തിലാല്, തിലകൻ, മങ്ങാട്ടച്ചൻ, പെരുന്തച്ചൻ, പാലിയത്തച്ചൻ, പള്ളിയിലച്ചൻ, ഔസേപ്പച്ചല്ല അങ്ങനെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. വലിയൊരു സമ്മേളനം ഗ്രൗണ്ടിൽ. എന്താന്ന് വെച്ചാല് ഷാജഹാന്റെ പെണ്ണുങ്ങൾക്ക് ഒരു പൊര ഉണ്ടാക്കണം. ഒരു പൊര അതിന്റെ പ്ലാൻ വരയ്ക്കാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചേ. ഇവരാരും വരച്ചിട്ട് നേരെയാവില്ല. എഴുത്തച്ഛൻ എഴുത്തോടെ എഴുത്തല്ല അറിയില്ല. ഞാൻ ചെന്നപ്പോ തന്നെ പെരുന്തച്ഛന് കോംപ്ലക്സ് അടിച്ചു. അതാണല്ലോ പെരുന്തച്ഛൻ കോംപ്ലക്സ്. എങ്ങനെയാ? അപ്പൊ ഞാനൊരു കടലാസ് ഇങ്ങോട്ട് വാങ്ങി ഞാൻ അപ്പൊ തന്നെ വരച്ച് അടിയിൽ പേരും എഴുതി താജ്മഹൽ. അങ്ങനെ താജ്മഹൽ ഉണ്ടായത്. അയ്യോ, അപ്പൊ ഷാജഹാൻ ഒരൊറ്റ നിർബന്ധം, ഞാൻ ഡൽഹിയിൽ ചെന്നാ താജ്മഹലിൽ താമസിക്കണം. എനിക്കൊരു മുറിയുണ്ട്, കണാര മുറി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട്, ഒരു മുറിയുണ്ട്. ഞാൻ അവിടുന്നാ വരുന്നത്. ഞാനൊന്നും പറയണ്ട, ഞാൻ വരുന്ന വഴിക്കൊന്നും പറഞ്ഞു. നമ്മള് വിമാനത്തിലാണ് അങ്ങോട്ട് വന്നത്. ഞാൻ അവിടുന്ന് വരുമ്പോ ഞാൻ പഠിപ്പിച്ച ചെക്കനാ അത് ഓടിക്കണേ. പൈലറ്റോ? വിമാനം ഓടിക്കാതെ പിന്നെ ഞാൻ പാറ്റൻ ടാങ്ക് വിമാനമൊക്കെ ഞാൻ ഓടിച്ചല്ലോ. അങ്ങനെ ഞാൻ പഠിപ്പിച്ച ചെക്കനത് ഓടിക്കണേ. ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം ചെയ്യ്, ചൈന വൻമരുതിന്റെ മുകളിൽ കൂടി ഇത് വിട്ടോന്ന്. എന്തിനാണ് ചൈനന്റെ അവിടേക്ക് പോണോ ഡൽഹിക്ക്? അല്ല, ഞാൻ അത് കണ്ടില്ലല്ലോ, ചൈന വൻമതിൽ കണ്ടില്ലല്ലോ. അങ്ങനെ ഇപ്പൊ അൻമതിന്റെ മുകളിൽ കൂടി ഇപ്പം വിമാനം ഓടിച്ച് ഇതിന്റെ മുകളിൽ എത്തിയപ്പോ വിമാനം നിന്നുപോയോ? വിമാനം സ്റ്റോപ്പായി. വിമാനം ആകാശത്ത് നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരൊറ്റ കുട്ടിയൊക്കെ ഇറങ്ങി നോക്കാനുള്ള ധൈര്യമില്ല. ഇറങ്ങി നോക്കി എങ്ങനെയാന്ന്? ഞാൻ ഇറങ്ങി. ഇത് ബസ്സാണത്? ഞാനല്ലേ ബാക്കിലെ ഡോറ് തുറന്ന് ഇറങ്ങി. എന്നിട്ടോ ഞാൻ നോക്കുമ്പോ വലിയൊരു മേഘം കട്ട പിടിച്ച് നിൽക്കുക. ഞാൻ ചവിട്ടി നോക്കുമ്പോ നല്ല ഉറപ്പുണ്ട്. ഞാൻ മേഘത്തിന്റെ മുകളിൽ കണ്ട് ഇറങ്ങി നിന്ന്. എന്നിട്ട് ഒരൊറ്റ തള്ളല. എന്ത് വിമാനം തള്ളനെ? ഒറ്റ തള്ളലോണ്ട് വിമാനം ഇങ്ങോട്ട് മംഗലാപുരത്തേക്ക് ഇങ്ങോട്ട് പോന്ന് എത്തി. ഞാൻ ഈ മേഘത്തിന്റെ മുകളിൽ മേഘരൂപനായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോ മറ്റേ ചെങ്ങായി ഗിറ്റാറും വായിച്ചു വരുന്നു. സ്റ്റീഫൻ ദേവസ്യ ഭൂമിയിലല്ലോ, അത് മറ്റേ നാരദന്റെ കയ്യിൽ ഗിറ്റാറല്ല, വീണ. ഞാൻ പറഞ്ഞ എനിക്ക് പ്രാണവേദന, അനക്ക് വീണ വായനാണ്. അങ്ങനെയാണല്ലോ പഴഞ്ചലുണ്ടായത്. അതും നിങ്ങളെ പേരിലായി. അങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്നുണ്ട് എയർ ഇന്ത്യന്റെ വണ്ടി വരുന്നു. എയർ ഇന്ത്യന്റെ വിമാനം. അപ്പൊ എനിക്ക് മറ്റേത് ഓർമ്മ വന്ന്, ജയന്റെ കോളിളക്കം. അകത്ത് പച്ചളം കിട്ടൂല, എനിക്ക് തൂങ്ങാനൊക്കെ ബെസ്റ്റ് എയർ ഇന്ത്യ. ഞാൻ ഒറ്റ തൂങ്ങലാ. തൂങ്ങിയിട്ട് അങ്ങനെയാ ഞാൻ ഇവിടെ എത്തി ഒന്നും പറയണ്ട. അപ്പൊ എനിക്കാണ് നേരമില്ല. ഇനിയിപ്പൊ എനിക്ക് ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ ഞാൻ ഇപ്പം ഡൽഹി പ്രധാനമന്ത്രിയായിട്ട് ഒരു സംഭവം നടന്ന്. എന്ത്? മറ്റേത് ഞാൻ കേരളത്തിൽ റോഡ് കൊണ്ടുവന്നല്ലോ. ഏത് ഹൈവേ? ഞാനല്ലേ കൊണ്ടുവന്നത്. അതും കൊണ്ടുവന്നത് ഞാനാ കൊണ്ടുവന്നത്. ഹൈവേ പല സ്ഥലത്ത് പൊളിഞ്ഞു. എൻ്റെ ഒരു നോട്ടം തെറ്റിയപ്പോ പൊളിഞ്ഞു. അപ്പൊ എന്താ ചലിഞ്ഞിപ്പോ മുഖ്യമന്ത്രി ആയിട്ടൊരു ചർച്ച ഉണ്ട്. എന്തിന്? കേരളയിലെ ഒക്കെ കരിപരിപാടികൾ കഴിഞ്ഞില്ലേ? അയ്യേ, കേരളയിൽ ഇനിയും വരാൻ പോവുക. എന്താ മനസ്സിലായില്ല? കേരളയിൽ എന്ന് പറഞ്ഞ എന്താ? കേരള റെയിൽ. കണാരൻ റെയിൽ. അയ്യോ, കണാരൻ റെയിലോ? എന്നിട്ട് മുഖ്യമന്ത്രി എന്റെ അടുത്ത് ഒരൊറ്റ ചോദ്യം. എന്താ? എന്റെ കെ ഞങ്ങൾ എടുക്കട്ടെ എന്ന്. കണാരന്റെ കെ. ഞാൻ പറഞ്ഞ സ്ഥാനവും പ്രശ്നവും താല്പര്യമില്ല, ഞങ്ങൾ എടുത്തോളിയായിരുന്നു. അങ്ങനെയാണല്ലോ കേരളയിലായത്. ഞാൻ എന്താ അറിയത്, ഞാൻ ഇതിന്റെ തലപ്പത്ത് നിൽക്കണം എന്ന് പറയുന്നത് എന്താ അറിയോ? ഈ റെയിലിന്റെ ഇത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്ര സമയം കൊണ്ട് എത്തുക? കാസർഗോഡ് തിരുവനന്തപുരത്ത് ഒരു 3 മണിക്കൂർ അല്ലേ? ഞാൻ കാസർഗോഡ് ചെന്നിട്ട് ട്രെയിനിന്റെ ബാക്കിൽ ഒറ്റ തള്ള അങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ 10 മിനിറ്റോട് തിരുവനന്തപുരത്ത് എത്തും. ശരി. അപ്പൊ കാസർഗോഡ് നിങ്ങൾ എത്തി തിരുവനന്തപുരത്ത് എത്തിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും തള്ളിയിട്ട് കാസർഗോഡ് എത്തിക്കാരാ? അതിന് ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും കൂടി വോളിബോൾ കളിച്ചു. മോശം ഉണ്ടാവില്ല. അപ്പൊ ഇനിക്ക് പറഞ്ഞു നിൽക്കാൻ നേരമില്ല. അപ്പൊ ഞാൻ അത് ഉദ്ഘാടനം ചെയ്ത് പോട്ടെ. അപ്പൊ അത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. തീരെ സമയമില്ല. തീരെ സമയം വേണ്ട. ഏറ്റവും വലിയ സന്തോഷമായി. വിളിക്കാത്ത കല്യാണത്തിന് എല്ലാം വന്നതിൽ ഈ 60-ാം വയസ്സിൽ അറിഞ്ഞ് ചത്തിയില്ലെങ്കിൽ ഇയാളൊക്കെ 70-ാം വയസ്സിൽ എറിഞ്ഞു കൊല്ലേണ്ട ഒരു അവസ്ഥയാണ്. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. അപ്പോൾ ഹരീഷ്, നമുക്ക് കൂടുതലായിട്ട് അടുത്ത സ്കിറ്റുകളിൽ നേരിട്ട് വന്ന് സംസാരിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നല്ല കയ്യടി തന്നുകൊണ്ട് നമ്മൾ
ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ പാട്ട് മാത്രമല്ല, സ്കിറ്റ് മാത്രമല്ല, നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ചില പ്രകടനങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ തൊട്ട അയൽപക്കം നമ്മളോട് എപ്പോഴും ഏറ്റവും സ്നേഹത്തിൽ നിൽക്കുന്നവരാണ് മലയാളികൾ. കർണാടക എന്ന് പറയുന്ന പോലെ തന്നെ മറ്റൊരു അയൽവാസികളാണ് നമുക്ക് തമിഴ്നാട് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ സേലം എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ പ്രദേശത്ത് നിന്ന് ഞങ്ങളോടൊപ്പം വേദിയിലെത്തുന്ന ഈ കലാകാരൻ നിങ്ങളെ ഒന്ന് അത്ഭുതപ്പെടുത്തും. തീർച്ചയായും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമ്പത്ത് സേലം. Hasta que salga el sol, nos vamos a la casa, vamos a la fiesta. Oh
despacito y partido hasta que salga el sol. No vamos a la casa, vamos a la fiesta. What to do it, must be I go up to do it, naturally. Naच मेरी जाना सुन, नाच मेरी जाना, नाच मेरी जाना सुन, नाच मेरी जाना. So Mario, Mario, no tica, no mamacita. Euphoria, colors everywhere, we're in a maze. Oh, I find you. Intense explosion of love, happiness and we're dancing. Masquerades, love for life, moving, nobody's watching. Nothing on earth can beat, this is what we are feeling. We come alive, destiny, just listen to the beat and groove. Naच मेरी जाना सुन. What to do it, must be I go up to do it, naturally. नाच मेरी जाना सुन, नाच मेरी जाना, नाच मेरी जाना सुन, नाच मेरी जाना, नाच मेरी जाना सुन, नाच मेरी जाना. Despacito y partido hasta que salga el sol. No vamos a la casa, vamos a la fiesta. What to do it, must be I go up to do it, naturally. नाच मेरी जाना सुन, नाच मेरी जाना, नाच मेरी जाना सुन, नाच मेरी जाना. So Mario, no tica, no mamacita. Euphoria, colors everywhere, we're in a maze. Oh,
do that? Macchiato, how you do that? Naç meri can atsın. Naç meri can aç. Naç meri can atsın. Naç meri can aç. Naç meri can atsın. Naç meri can aç. Suavecito y bajito hasta que salga el sol. Nos vamos a la casa, vamos a la fiesta. What you do that? Macchiato, how you do that? Naturally. Naç meri can atsın. Naç meri can aç. Naç meri can atsın. Naç meri can aç. Mario, ese no ticado, ese mamacita. Euphoria colors everywhere. We're in a maze. Oh, I find you. It's an explosion of love, happiness, and we're dancing. Masquerades, love for life, move on, nobody's watching. Nothing on earth can beat. This is what we are feeling. We come alive, destiny just listen to the beat and groove. Naç meri can atsın. യെസ്, ഒരു നല്ല കയ്യടി ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ കണ്ട സമ്പത്തല്ല ഇനി വരാൻ പോണ സമ്പത്ത്. ആ സമ്പത്തിനെ കണ്ടിട്ട് ഇന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഷോയിലെ മറ്റെല്ലാ ഭാഗവും നിങ്ങൾ മറക്കും. അത്രയും ഒരു ഗംഭീര പെർഫോമൻസ് അടുത്ത ഒരു ഗ്യാപ്പിലുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും അടുത്ത ഇനി ഒരു പാട്ടിലേക്ക് പോവാം. മിന്നൽ വള അല്ലേ, കൈതപ്പുറം എത്ര വർഷങ്ങൾക്ക് ശേഷം മലയാളികൾക്ക് സമ്മാനിച്ച മനോഹരമായ ഗാനം. രാഹുൽ, അനഘ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. റെഡി? ആ, യെസ്. ഒരു ഉഷാർ കുറവുണ്ടോ? ഇല്ലല്ലോ, ശരിയല്ലേ? റെഡി? ഒരു നല്ല കൈ തന്നെ, ഒരു നല്ല അടിപൊളിയായിട്ടൊരു കൈ. ഓക്കെ, താങ്ക് യു. ഹലോ ഹലോ, എവിടെ? മിന്നൽ വള പാട്ട് ഇഷ്ടാണോ? അപ്പൊ ഡാൻസ് കളിക്കോ? കളിക്കോ? കണ്ണോടും
മക്കൾക്ക് നല്ലൊരു കൈയടി കൊടുക്കാട്ടോ. നല്ല ഡാൻസ് സ്റ്റെപ്പൊക്കെ അഭിനയിച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ട്. താങ്ക് യു, അടിപൊളി. താങ്ക് യു. പിന്നെ താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗാനമാണ് നമ്മളിപ്പോൾ ഈ വേദിയിൽ ആസ്വദിച്ചത്. അപ്പോൾ ഏതായാലും നമ്മുടെ മലയാളത്തിൽ പഴയ കാലത്ത് ഒട്ടേറെ അടിപൊളിയായിട്ടുള്ള റിതമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. അതിലേറെ ശ്രദ്ധേയമായ സൂപ്പർ ഹിറ്റായ രഥോത്സവം എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ഇനി ഇവർ രണ്ടുപേർ ചേർന്ന് തന്നെയാണ് ആലപിക്കാൻ പോകുന്നത്. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ എന്നാരംഭിക്കുന്ന ഒരു ഗാനമാണ്. ഈ ഒരു ഗാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറേ നേരമായിട്ട് മലയാളം പാട്ടുകളാണ് കൂടുതലായിട്ട് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഏതായാലും നമുക്കിനി ഒരു തമിഴ് ഗാനത്തിലേക്കാണ് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. രജനീകാന്തിൻ്റെ വേട്ടയാൻ എന്ന സിനിമയിൽ ഒരു ഗാനമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗായകൻ ആത്മജും അതുപോലെ തന്നെ അനഘയും ചേർന്ന് ആലപിക്കാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. ഉഷാറാക്കല്ലേ? തിരിച്ചു വന്നല്ലേ, തിരിക വിട്ടാമെന്നല്ലേ, തിരുട്ടി വിട്ടാമെന്നല്ലേ, തിട്ടാമുണ്ടല്ലേ, ചേട്ടൻ വന്നല്ലേ, ചേട്ട ചെയ്യാമെന്നല്ലേ, തിന്നാമെന്നല്ലേ, വേട്ടയനല്ലേ. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ മലയാളക്കരയിൽ കഴിഞ്ഞ വർഷം ഏറെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയിലെ ഗാനത്തിലേക്കാണ് നിങ്ങൾ ഇനി കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം നമുക്ക് മറ്റൊരു കോമഡി സ്കിറ്റിലേക്ക് കടന്നു ചെല്ലാം. ഇനി നമ്മുടെ ആവേശം എന്ന സിനിമയിലെ ഒരു ഗാനമാണ്, ഫഹദ് ഫാസിൽ നായകനായിട്ടുള്ള ആവേശം എന്ന സിനിമയിലെ ഒരു ഗാനമാണ് വേദിയിൽ ആലപിക്കാൻ പോകുന്നത്. ഗാനത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഗായകരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വെച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നിന്നെ ഇരുട്ട് സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ഇവനെ തൊഴുവാന എന്നും ജനത്തിരക്കെ കാലം എടുത്തു വെച്ചാൽ സ്വർഗം പോലും അണ്ടർവെൽ ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ടത്തടി നാടൻ കൊലമല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ടത്തടി നാടൻ കൊലമല്ലുമിനാറ്റി നല്ലൊരു കൈഡി കത്തി കൊണ്ട് വിദ്യാരംഭം കുത്തുഹരിച്ച് ഓക്കിൻ കാഞ്ചി ബലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പുട്ടി വെച്ച രംഗകളി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോടാത്ത പുലി ഇടയാന്തം തോടുക്കും പണ്ടേ അവത്തെ കട്ടച്ചോറ കൊണ്ട് ജ്യൂസടിച്ച് സോഡാ സർബത്തെ ഒടുകിൽ മലയാളയും മെരുക്കിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുളുക്ക് പത്ത് പത്ത് ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി നല്ലൊരു ചേച്ചി ഡാൻസ് ചെയ്തില്ല അയ്യോ രണ്ടുപേരും വന്നേ രണ്ടുപേരും വന്നേ ഈ പാട്ട് കൂടെ പാടാൻ അറിയത്തില്ലേ ഉലകിതിലാരോടും തോൽക്കാവി കരളിതിലമ്മയ്ക്ക മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ മറഞ്ഞു താരാട്ടാതെന്നെ കരയാൻ കണ്ണീരില്ല കണ്ണീരപ്പാതാരും പോരൻ എരയും മൂന്ന കണ്ണിൽ കോപം കൊള്ളും സംഹാരമോ മരണം പടിവാതിൽ കടന്നിടാൻ മടിക്കും ബോംബെ നഗരം ഇവൻ വരുന്നതിനും സ്വപ്നം കാണും ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി Thank you so much. ഓക്കെ, അപ്പം പാട്ട് സ്റ്റൈലിൽ ഒരു നല്ല കൈയടി തരും എല്ലാവരും. ഒരു നല്ല കൈയടി എല്ലാവരുടെയും ഭാഗത്തുനിന്ന്, നല്ല ഉഷാറായിട്ട്. ഓക്കെ, അടുത്തതൊരു കുഞ്ഞ് സ്കിറ്റിലേക്ക് പോവാണ്. വളരെ പെട്ടെന്ന് ഒരു ചെറിയ കോമഡി സ്കിറ്റ്, ലൈവ് സ്കിറ്റാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആചാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്തു വരുന്ന കുറേയധികം രീതികളുണ്ട്. അതിലൊന്ന്, കല്യാണത്തിൻ്റെ തലേ ദിവസം പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുപോവുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. പെട്ടി കൊണ്ടുപോവുക എന്നാണ് പറയുക. അത് ചിലപ്പം റിലേറ്റീവ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, ഇവരൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ ഒരു കല്യാണ തലേന്ന് ഒരു വീട്ടിലേക്ക് പെട്ടി മുമ്പിൽ എങ്ങനെ ഞാൻ പിടിച്ചു നിൽക്കാം? പെണ്ണിന്റെ കസാരക്ക് അങ്ങോട്ട് വെച്ചോട്ടെ. കസാരയും മാറ്റത്തൊക്കെ മേശക്ക് ആൾക്കാർ വരുന്നിടത്ത് നിൽക്കരുത്. ആരായിരുന്നു? എന്തല്ല അങ്ങനെ മനസ്സിലായില്ലേ? അയ്യടാ, പെട്ടെന്ന് മനസ്സിലായില്ല. എന്ന് ഗൾഫിൽ നിന്ന് വന്ന് ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. ആണല്ലേ? ഇന്നങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാണ്ട് നിൽക്കൂല. കാരണം എന്റെ ഒരു 10-40 കല്യാണം മുടക്കിയിട്ട് ഞാൻ ഗൾഫിലേക്ക് വണ്ടി കയറിയ ആളാ. പിന്നെ എപ്പോഴാണ് ഞാൻ ഇവിടെ കാണുന്നത്? എടാ, 10-40 കല്യാണം മുടക്കാനുള്ള കാരണം എന്താ ഈ മനസ്സിലാക്കിയോ? ഇന്ന് എന്ത് സ്ഥാനത്താ കണ്ട? ഒരു അച്ഛൻ്റെ അല്ലേ? ഞാൻ നിങ്ങളൊരു അച്ഛന്റെ സ്ഥാനത്താ കണ്ടത് അല്ലേ? അച്ഛന് പിടിക്കാത്ത കല്യാണം മുടക്കൂലേ?
എന്നായിട്ട് 45 കല്യാണമൊക്കെ മുടക്കുക അച്ഛേ. അങ്ങനത്തെ കുരുത്തങ്കെട്ട കല്യാണം വന്നപ്പോ ഞാൻ മുടക്കിപ്പോയടോ. അതൊക്കെ പോട്ടെ, എന്തായാലും പിന്നെ നിങ്ങളെ പരിപാടിയൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഓ, കല്യാണം മുടക്കലൊക്കെ നടക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അല്ല, കല്യാണമൊക്കെ നടത്തിക്കൊണ്ട് ആയിക്കോട്ടെ. അപ്പൊ മോളെ കല്യാണം എന്നൊക്കെ സംഭവമൊക്കെ ഞാനൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ അവിടെ എത്തിയ സമയത്ത് എനിക്ക് ഒരൊറ്റ വിചാരമില്ലായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു സമ്മാനം കൊണ്ടു. അയ്യോ, എന്റെ മോളെ കല്യാണമല്ലേ, എനിക്ക് എന്ത് സമ്മാനം കിട്ടിയിട്ട് കാര്യം മോനെ? മോളല്ല, ആദ്യം ഇങ്ങക്കാ തരേണ്ടത്. എന്താ മോനെ? മോക്കളുടെ പിന്നെ കൊടുക്കാം. ഒന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് വേണ്ടിയിട്ട്. അല്ലാണ്ട് വീട് പണിയൊക്കെ എന്തായി? വീട് പണിയോ? വീട് പണിയൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കല്ലേ. ആ വീട് പണിയൊക്കെ ഞാൻ ഇപ്പൊ വീട് അടുത്ത മാസം കൂടാൻ പോവാണ്. എത്ര റുപ്യായി? വീടിന് 1 കോടി റുപ്യായി. 1 കോടി? 1 കോടി റുപ്യ ലോണായിരിക്കും. ലോണൊന്നുമല്ല, ഞാൻ അവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ആണല്ലേ. കഷ്ടപ്പെട്ടുണ്ടാക്കി. നമുക്ക് ഇനി കുറച്ച് കഷ്ടപ്പാടുണ്ടാവുമല്ലോ. എനിക്ക് എന്തൊരു കഷ്ടപ്പാട്, എനിക്കൊന്നുമില്ല. അതിന് പൊളിക്കണമെങ്കിലേ ആ വീട് പൊളിക്കാനല്ല ഞാൻ ആ വീട് ഉണ്ടാക്കിയത്, അതിൽ കൂടാൻ വേണ്ടിട്ടാ. നിങ്ങൾ ഈ എരപ്പ സ്വഭാവത്തിനെ മാറ്റിയില്ല നായരെ. അപ്പൊ ഞാൻ നേരത്തെ വന്ന് പറ, ഈ കാര്യങ്ങളൊക്കെ വിട്ടേക്ക്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അവിടുന്ന് കൊണ്ടുവന്ന അടിപൊളി സമ്മാനം, അടിപൊളി ഒരു കൂളിംഗ് ഗ്ലാസ്. എന്തിനാട്ടെ വയസ്സുകാലത്ത് എനിക്ക് കൂളിംഗ് ഗ്ലാസ്? ചാവുമ്പോ വെക്കാലോ. അല്ല, നിങ്ങൾക്ക് വെക്കാലോ, ചമഞ്ഞിരിക്കാലോ. ഓ, എന്തായാലും എന്നെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ ഒരു സന്തോഷത്തിൽ എന്നെ ഓർത്തിട്ട് ഒരു കണ്ണട കൊണ്ടുവന്നല്ലോ. കൊണ്ടുവന്നു, വലിയ സന്തോഷമായിട്ടാ. പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും, ഞാൻ ഇപ്പൊ വരാം. ആയിക്കോട്ടെ, എല്ലാ കാര്യം നോക്കണം കേട്ടോ. എല്ലാം ഞാനൊക്കെ നോക്കിക്കോളൂ, നിങ്ങൾ പേടിക്കണ്ട. ഏതാ മനുഷ്യനറിയാങ്ങൾക്ക് ഇന്റെ 40 കല്യാണം മുടക്കിയിട്ട് ഇതിലൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കും ഇത്രയും കല്യാണം മുടക്കിയിട്ട് ഇയാൾക്ക് എന്തിനാ ഇത്രയും വിലവെടുപ്പുള്ള കണ്ണട കൊണ്ടു കൊടുത്തത്? അതിന് 35,000 റുപ്യ വിലയുള്ള കണ്ണടയാണ്. ഈ കണ്ണടൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഈ കണ്ണടയുടെ പേരാണ് ഗൗരവ കണ്ണട. അതായത് ഏതൊരു മനുഷ്യൻ, അതായത് നമ്മൾ ആരോടും ഒരു കച്ചറ ഉണ്ടാക്കാത്തൊരു മനുഷ്യൻ ഈ കണ്ണട എടുത്ത് നമ്മുടെ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ, മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ചൂടാവും, അപ്പം ദേഷ്യം പിടിക്കും. പക്ഷെ ഈ കണ്ണട മാറ്റിക്കഴിഞ്ഞാലോ നമ്മൾ മുമ്പ് എന്താ പറഞ്ഞതുപോലെ ഓർമ്മ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ഒരു കണ്ണടയാണ്. ഇതിന്റെ പേര് ഗൗരവ കണ്ണട. കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം ചൂടാവും. എന്തായാലും എൻ്റെ 10-40 കല്യാണം മുടക്കിയല്ല അയാൾക്ക് പശുവും പാലിൽ 8ന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കണ്ണട കൊണ്ട് കൊടുത്ത് എന്തൊക്കെ അവിടെ നടക്കാൻ പോകുന്നു നമുക്ക് കാണാം. തിരക്കോട് തിരക്ക്, എന്താ പറയാ, മോളെ കല്യാണമായിപ്പോയി. ആരോടൊക്കെ ലോക്യം പറയാണ്, ചിരിക്കണം. ഈ മറ്റേ ഭക്ഷണം ഉണ്ടാക്കണ ചങ്ങായി ഇതുവരെ നായരെ നമസ്കാരം. ആ, നമസ്കാരം. ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ടുണ്ട്, ഇവിടെ ഭക്ഷണം കൊടുക്കണ്ടേ? ശരി, എനിക്കങ്ങനെ ഓടി വരാൻ പറ്റൂലല്ലോ. ഈ പഞ്ചായത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എത്ര വർഷമായി ഞാൻ തന്നെയല്ലേ സദ്യ ഉണ്ടാക്കുന്നത്. അത് മനസ്സിലായി. എത്ര സ്ഥലത്ത് പോണോ. അപ്പൊ ഇവിടെയും വരുമ്പോ എല്ലാ സ്ഥലത്തെയും കഴിഞ്ഞിട്ട് വേണ്ട ഇവിടെ വരാൻ. പിന്നെ നമുക്ക് വെജിറ്റേറിയൻ മാത്രമല്ലല്ലോ, നോൺ വെജിറ്റേറിയനും ഇല്ലേ? ഉണ്ട്. അപ്പൊ ഒരു ചിക്കൻ 26 കട്ട് ചെയ്താ പോരെ? 24 കട്ട് ചെയ്യാൻ ഇത് എമ്പുരാൻ സിനിമയല്ല, എന്റെ മോളെ കല്യാണം. അതല്ല ഞാൻ ചോദിച്ചത്. 26 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള സംഗതികളൊക്കെ കിട്ടും. അതെ. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. മോളെ കല്യാണാണെങ്കിലും മോളല്ല തിളങ്ങുന്നത്, അച്ഛനാ തിളങ്ങുന്നത്. എന്തേ അങ്ങനെ? എന്തൊരു പ്രൗഢിയാ നായരെ. ഉണ്ടാവും. ഇങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ എന്തൊരു പ്രൗഢിയാ. ഞാൻ ഇങ്ങോട്ട് കേറി വരുമ്പോ ഒരു ആഢ്യത്വം എന്ന് പറയില്ലേ, അത് മാത്രല്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ കയ്യിൽ പോലും ഇല്ലാത്തൊരു കണ്ണടേ. ആണോ? നല്ല രസമുണ്ട്, നല്ല വില ഉണ്ട്. പിന്നെ ഞാൻ ലിസ്റ്റൊക്കെ അയച്ചു തന്നിരുന്നല്ലോ. ആ ലിസ്റ്റില് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 250 തേങ്ങ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 250 തേങ്ങ എഴുതി തന്നിട്ടുണ്ട്. അത് റെഡിയാണോ? 125 തേങ്ങ? അല്ല, 250 തേങ്ങ. നിങ്ങൾ 125 തേങ്ങ? 125 തേങ്ങ എൻ്റെ അമ്മേനെ കുഴിച്ചതാണോ പട്ടിയെ? ആണോ? ഞാനല്ല ലിസ്റ്റ് തന്നെ. എനിക്കറിഞ്ഞൂടെ എത്ര തേങ്ങ എഴുതിയിട്ടുണ്ട്. 250 തേങ്ങ എന്ന് പറഞ്ഞാൽ 250, അത് 125 അല്ല. എന്താണ് ആമസോൺ കാട്ടിലെ ജീവിയുടെ പരിഗണന അവിടെ പോയി നിൽക്കണേ? ഇങ്ങോട്ട് കയറി വേണം സാർ പെറുക്കിയേ. ഞാൻ ഇന്നും ഇന്നലെ ഒന്നുമല്ല ഈ നാട്ടിൽ സദ്യ ഉണ്ടാക്കാൻ തുടങ്ങി, മനസ്സിലായോ? എത്ര സ്ഥലത്ത് എന്തെല്ലാം കണക്കെഴുതി കൊടുത്തിട്ടുണ്ട്. 250 തേങ്ങ എന്ന് പറഞ്ഞാൽ 250 തേങ്ങയാ. അതെങ്ങനെയാണോ 125 ആവുക? പെറുക്കേ. നമ്മളെ ആദ്യം ഉപ്പാണ് വിളമ്പ് കേട്ടോ. ഉപ്പ് ഇങ്ങനെ ആദ്യം വിളമ്പിയിട്ട് ഉപ്പേരി, അതിന്റെ ഇപ്പുറത്ത് അച്ചാറ്, അങ്ങനെ വിളമ്പിയിട്ടാണല്ലോ നമ്മൾ സദ്യ കൊടുക്കുക. ഇപ്പൊ എന്താണ് യേശുദാസിന്റെ മാതിരി വർത്താനം പറയണ്? ഇതിനെ ചെറ്റേ നാറിയെന്നൊക്കെ വിളിച്ചു കണ്ട് 250 തേങ്ങ 300 പഞ്ചസാര. എന്തൊക്കെയാ ഇപ്പൊ വിളിച്ചറിഞ്ഞെ? ഞാനോ? പിന്നെ ഞാനാണ്. ഞാൻ ഈ നാട്ടിൽ ആരോടെങ്കിലും മുഖം കറുപ്പിച്ച് വർത്താനം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ എന്റെ മുഖത്ത് പെയിന്റ് അടിച്ച് പറയല.
നിങ്ങളെ പ്രശ്നം എന്താ അറിയോ? മോളെ കല്യാണം പവനാണെങ്കിൽ 83,000 ഉറുപ്പ്യയിൽ എത്തി നിൽക്കുക. അതുണ്ട്. ഇനി സ്വർണത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല, ഇനി വെള്ളി തന്നെ ശരണോ. അതിന്റെ ഒക്കെ ഒരു ടെൻഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്തോ തോന്നിയതാ നേരെ. അല്ലാണ്ട് ഞാൻ അങ്ങനെ ദേഷ്യം പിടിക്കുന്ന ഒരാളല്ലല്ലോ, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ദേഷ്യം പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ അതെ, നമുക്ക് ശർക്കര ഉപ്പേരി വറുത്തുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 കൊല അവിടെ റെഡി അല്ലേ? പിന്നെ കൂടെ അങ്ങോട്ട് കൊന്നാള് അതിനാ 6 കൊലയാക്കാം. അങ്ങനെയല്ലാതെ ഞാനൊരു കാര്യം പറഞ്ഞല്ലേ. അപ്പൊ 5 കൊല അവിടെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ നമുക്ക് പാൽപ്പായസം ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് തൈര് ഉണ്ടാക്കാൻ എല്ലാം കൂടി ആയിട്ട് ഞാനൊരു 500 ലിറ്റർ പാല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 500 ലിറ്റർ 500 250 ലിറ്റർ പാല്. 250 ലിറ്റർ പാലുണ്ട്. എന്ത് പിണ്ണാക്കളാകാൻ പോലെ 250 ലിറ്ററോ? 500 ലിറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് 250 അവിടെ? അന്റെ കഷണ്ടി തലയിൽ പെട്ടക്ക് ഞാൻ അടിച്ചാ പൊട്ടിച്ച് ഞാൻ പെറുക്കിയേ. ഓൻ അവിടെ പോയിട്ട് ആമസോൺ കാട്ടിലെ ഒരു മാളം പോലത്തെ ഒരു തൊള്ള ഇങ്ങനെ കാണിച്ചിട്ട് എന്നോട് പറയാ 250 ലിറ്റർ ചേട്ടേ ഇങ്ങനെ കാണാവുന്നു. ഞാനേ എന്റെ സദ്യ മോശമാവാൻ ഞാൻ സമ്മതിക്കൂല. ഇതെന്താ വിചാരിച്ചേ? അണ്ടിപ്പരിപ്പില്ലേ, അണ്ടിപ്പരിപ്പ് ഇങ്ങനെ പായസത്തിന്റെ മുകളിൽ പൊന്തി കിടക്കുമ്പോ ഭയങ്കര രസാത്. വിളമ്പി കൊടുക്കുന്ന സമയത്തെ ആളുകള് ഇത് രസമായിട്ടാ കഴിച്ചിട്ട് ഇങ്ങനെ വറുത്തിട്ടിട്ട് ഇങ്ങനെ ഇവനുള്ള തെറിയും തെമ്മാടത്തൊക്കെ വിളിച്ചറിഞ്ഞിട്ട് ഓരോന്ന് പറയാണ്. നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് നായരെ, നിങ്ങൾക്ക് സ്വർണത്തിന്റെ വില കൂടിയത് കൊണ്ടുള്ള പ്രശ്നം. എന്നിട്ട് ചെറ്റേന്ന് വിളിക്കുകയും ചെയ്യാം. ആര്? നിങ്ങളല്ലാണ്ട് പിന്നെ ആരാന്ന്? ഇവിടെ ഇപ്പൊ ഒരാളോട് ചോദിക്കാനും ഇല്ലല്ലോ. ഞാനങ്ങനെ ഒരാളോട് ദേഷ്യം പിടിക്കുന്ന ആളല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും ഇനിയിപ്പോ കൂടുതൽ വർത്തമാനത്തിന് ഞാനില്ല. നിങ്ങളെ കണ്ണട ഉലക്കൊക്കെ അവിടെ വെച്ചോളി. ഞാൻ വെപ്പുപുരയിലേക്ക് പോവാണ്. പിന്നെ അവിടേക്ക് 2 പെണ്ണുങ്ങളെ അയക്കണം. എന്തിന്? അരയ്ക്കാനും പിടിക്കാനൊക്കെ ഇല്ലേ? അരക്കല് മനസ്സിലായി, പിടിക്കല് മനസ്സിലായി. അങ്ങനെയല്ല, ഒരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞാൽ ഇനി അതിന്റെ മുകളിൽ കയറി പിടിക്കണ്ട. അപ്പൊ ഞാൻ പോയിട്ട് നല്ലൊരു സദ്യ ഉണ്ടാക്കിയിട്ട് ആയിക്കോട്ടെ. ഒരു അരിവരാസനം കൂടി അങ്ങോട്ട് പാടിക്കാള്. എന്തൊരു നല്ല വൃത്തിയുള്ള മനുഷ്യൻ. എന്തൊക്കെയാ വിളിച്ചറിയ വെപ്പുവരയിൽ വന്നതാ ചങ്ങായി. കല്യാണം നടത്താന്ന് പറഞ്ഞാൽ ആ കസാല അതിന് വേണ്ടി വള മാല കമ്മല് സാരി. ഇവിടെ വളയും കമ്മലും മാലയും ഒന്നും വേണ്ട. ഇവിടെ എന്റെ മോളെ കല്യാണം നടക്കുന്ന ദിവസം അവിടെ നിന്നൊന്നും വേണ്ട. അല്ല വേണ്ടേ, വള വേണ്ടേ? വളയൊന്നും വേണ്ട. ഇവിടെ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്കാ വളയിട്ട് വരുന്നത്. എന്നെ മനസ്സിലായില്ല? നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. ചെക്കൻ്റെ അനിയെ. ചെക്കൻ? നിങ്ങളെ മോളെ കല്യാണം കഴിക്കാൻ പോണേ എന്റെ മരുമകന്റെ അനിയെ. അയ്യടാ, പെട്ടെന്ന് മനസ്സിലായില്ല. എനക്കെന്തേലും പണി? ഞാൻ കഥകളി ആശാൻ. ഇത് ഞാനാ. അപ്പൊ അതല്ല, ഇത് എന്റെ ഫോട്ടോ. അത് ഞാൻ തന്നെയാ. അത് ആണോ? ഇത് നിങ്ങൾ എങ്ങനെ മരിച്ചു കിടക്കുന്ന പോലെ ഫോട്ടോ? അല്ല, ഞാൻ വേഷം കെട്ടിട്ട്. ഇങ്ങെന്തിനാ വേഷം കെട്ടണ്? ഇവിടെ ഉണ്ട്. ആണോ? നല്ല രസമായിക്കണി. അത് നിങ്ങൾ തന്നെ കൊണ്ടു നടക്കുക അല്ലേ? അതല്ല, ഞാൻ നിശ്ചയത്തിന് വന്നിട്ടേരും. നിശ്ചയത്തിന് തിരക്കൊണ്ട് കേറാൻ പറ്റിയില്ല. ഇവിടെ തിരക്കുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചില്ല. ഇല്ലല്ലേ? ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അത് നോക്കണ്ട. ആ ഖേദമ്പക്ക് ഇന്ന് മാറ്റാം. ആണോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. വളക്കെ എടുക്കുക. ആദ്യം ഭക്ഷണം, ഫിഷ് മോളി, പൊറാട്ട, മറ്റേ കുഴിമന്തി, എല്ലാ ഭക്ഷണവും നിങ്ങൾ പെട്ടിയായിട്ട് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണോ? പെട്ടി അവിടെ വെക്കി. ഫുഡ് കഴിച്ചിട്ട് പോവാ. അല്ലത് മോക്ക് കൊടുക്ക. ഭക്ഷണം കഴിച്ചതിന് ശേഷം കൊടുക്കാം. എല്ലാം കൊടുക്കാം. ഈ അവിടെ വെക്കി പെട്ടി. പിന്നെ 2 എണ്ണം അടിക്കേ. അതുകൊണ്ട് അങ്ങോട്ട് വന്നാൽ മതി. അങ്ങോട്ട് പോവാ. ഭക്ഷണം കഴിച്ചോ. എന്താ അറിയോ? ഭക്ഷണം ക്ഷണം എന്നാണ്. ചെറ്റേ എങ്ങോട്ടാ വാങ്ങി വരേ? 4 അരി അടിച്ച് വെച്ചിട്ട് അങ്ങോട്ട് വാങ്ങി വരാളെ. കൂമന്റെ കുട്ടിയെ എന്താ വിചാരിച്ചേ? അടിച്ച് പള്ളിയാ ചോദിച്ചാളൂ. ഇറങ്ങി വന്നിട്ട് യൂസ്ലെസ് ഫലോ. ഒരു മോനെ എന്താ അങ്ങോട്ട് മാറി നിൽക്കുന്നത്? ഭക്ഷണം കഴിക്കണ്ടേ? നിങ്ങളിപ്പോ എന്തൊക്കെയോ വിളിച്ചല്ലോ. യൂസ്ലെസ് ഫെലോ, അയ്യോ, എന്ത് യൂസ്ലെസ് ഫെലോന്ന്? അങ്ങോട്ട് പോവാ. ഭക്ഷണം കഴിക്കണോ? എന്താ മാറി നിൽക്കണേ? ഭക്ഷണം കഴിക്കാൻ നേരത്തെ ചൂടാറിപ്പോവും ഫുഡ്. അല്ല കഥ. ഇങ്ങോട്ട് വാ. കഴിക്കല്ലേ? പിന്നെ വേഗം കഴിക്കണ്ടേ? ആദ്യം 2 എണ്ണം വിടണോ? ഭക്ഷണം കഴിക്കാം. 2 എണ്ണം അടിച്ചാൽ അടിപൊളിയായി. എന്നാ വാ. നിങ്ങളിപ്പോ ചീത്ത പറഞ്ഞു തന്നെ. മനുഷ്യനാണ്. സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. എന്താണ്ട ഈ ഓന്ത് നോക്കണേ? പോടാ. മുളുപ്പില്ലാത്ത ചേട്ട. വരൂ 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 നീ വിരുന്നുകാരാ. വരൂ വരൂ നീ വിരുന്നുകാരാ.
വിളിച്ചേ യൂസൽ ഫെലോ ചെറ്റേ പറ്റിയെന്നൊക്കെ വിളിച്ചിങ്ങോട്ട് പിന്നെ വരുമെന്ന് എങ്ങോട്ട് വരാനാണ് ഞാനോ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ മോനെ. ഇപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ വിളിച്ച് പറഞ്ഞപ്പോ? അയ്യോ അങ്ങനെയൊന്നും കരുത, ഞാനൊന്നും വിളിച്ചിട്ടില്ല മോനെ. നിങ്ങൾ പിണങ്ങി പോവില്ല, ഈ ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ഭക്ഷണം കഴിക്കുന്നത്? ഒരു പിടി ചോറെങ്കിലും കൊണ്ടിട്ട് പോണെങ്കിൽ ഞാനാ വിളിച്ചു. എനിക്ക് തോന്നിയതാണ്. പപ്പടം ചെറുതോ വലുതോ? പപ്പടം എന്റെ അച്ഛനോട് കൊടുക്കണം. ഇല്ല ഇവിടെ കാര്യമായിട്ടുള്ള വർത്താനം പറഞ്ഞു കൊടുക്കുമ്പോ ഈ ഭക്ഷണം കഴിക്കും പോലെ ഇപ്പാ ഞാനല്ലേ വിളിച്ചിട്ട് എന്തൊക്കെയോ എനിക്ക് തോന്നുക അതിനനുസരിച്ച് പെരുമാറാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ് പോലെ. എന്താണ് ആരൊക്കെ പറഞ്ഞത്? വീണ്ടും ഇങ്ങോട്ട് വാങ്ങിയില്ല നക്കായി. എനിക്ക് വേണ്ടി വെള്ളം വെച്ച സ്ഥലമല്ലേ കണ്ടോർക്ക് തിന്നാടുത്ത്. ഇനി മന്ന കയ്യും കാലം ഞാൻ കൊത്തിയിടും കേട്ടോ. മോമ്പാ കഴിക്കുക. അല്ല മോനെ മരുവന്റെ അഞ്ചാ മോനെ ചെയ്യലെടുക്ക. എന്താണ് എന്താ മോനെ മരുവന്റെ അഞ്ചാ? മരുവന്റെ അഞ്ചാ? അയ്യോ ഇത് പെണ്ണുങ്ങളിടുന്ന മോനെ. അയ്യോ ഇത് പെണ്ണുങ്ങളിടുന്ന മോനെ. അയ്യോ മരുവന്റെ അഞ്ചാ. അയ്യോ ഇത് പാവാടയാണ് മോനെ. അയ്യോ ഇതിന്റെ മോളെ ബ്ലൗസ് അല്ലേ? അയ്യന്റെ മരുവൻ. അയ്യോ ഞാനിട്ട. അയ്യോ ഇതൊരു പെണ്ണാണ് കിട്ടുന്ന. അയ്യോ മോനെ. എന്റെ അഞ്ചനെ എന്റെ ഏട്ടനെങ്ങാനും എന്റെ മോളെ കല്യാണം കഴിച്ചോനെ ഞാൻ കൊല്ലൂ. എനിക്ക് ലേശം മെന്റലുണ്ട്. അതിനോട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. എനിക്ക് ഒന്നാം പ്രശ്നമില്ല. വരൂ ചോറിട്ട് പോവനെ. അയ്യോ മോളെ കല്യാണം മോളെ അച്ഛനെടുത്തു. മോളല്ലോ അച്ഛൻ തന്നെയാ അത്. നിങ്ങളെന്താ നിക്കോളത്ത്? എന്റെ കോലം എങ്ങനെയായിപ്പോയി. എന്റെ മോളെ കല്യാണം മുടങ്ങിയോടോ. ശരി നിങ്ങളെ മോളെ കല്യാണം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടല്ലേ? പിന്നെ ഞാൻ ഡിസ്കൗണ്ട് അനുസരിക്കാം മോളെ കല്യാണം മുടങ്ങിയാൽ. ഇതുപോലെ തന്നെയാണ് നിന്റെ 40-45 കല്യാണങ്ങൾ മുടക്കിയാലും ഞാനും വിഷമിച്ചാറ്. ഞങ്ങൾക്ക് ഇങ്ങനെ ശവത്ത് കുത്തല്ല, അറിയാണ്ട് ഒരു അബദ്ധം പറ്റിപ്പോയി. പറ്റൂ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു പെണ്ണിന്റെ കല്യാണം മുടങ്ങിയിട്ട് നിങ്ങളെ പോലെ തുള്ളിച്ചാടുന്ന ആളല്ല ഞാൻ ഇപ്പൊ ഞങ്ങളോട് ഒറ്റ കാര്യം ചോദിക്കാം. എന്തായാലും മോളെ കല്യാണമൊക്കെ മുടങ്ങി നിൽക്കുകയാണല്ലോ. നിങ്ങളെ മോളെ പാർവതി എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളെ കല്യാണം കഴിക്കണം ഉണ്ടായിരുന്നു. ആ ആലോചനയായിട്ട് വന്നപ്പോ നിങ്ങൾ മുടക്കിക്കാണല്ലോ. ഇപ്പൊ ചോദിക്കാണ് നിങ്ങളെ മോളെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരുമോ? നിങ്ങളെ മോളെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരികയാണെങ്കിൽ ഓരെ ഞാൻ പൊന്നു പോലെ ഞാൻ നോക്കൂ. സത്യം പറയണ മോനെ. ഞാൻ സത്യം പറയും. ഇപ്പൊ കല്യാണം മുടങ്ങി കിടക്കല്ലേ? മതി മോനെ. എന്റെ മോളെ കല്യാണം മുടങ്ങിക്കിടക്കാണ്. എന്റെ മോളെ സ്വീകരിക്കാന്ന് പറഞ്ഞപ്പോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു അച്ഛനാ ഞാൻ. ഇനി എന്റെ ഭാവി മരോ ഇട്ട് തന്ന ഈ കണ്ണട ഇട്ടും കൊണ്ട് നാട്ടിൽ കൂടെ ഒരു വിലസും കള്ള പെറുക്കി ചെറ്റ ഉളുപ്പില്ലാത്ത ഇറങ്ങി പോണ. അപ്പൊ മോനെ നല്ല മുഹൂർത്തം നോക്കിട്ട് കഴിക്കല്ലേ? ആർക്ക് വേണം എന്റെ മോളെ? എന്റെ മോളെ വേറെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തോ? ആ മുക്കേ നക്കി നാരെ അച്ഛനെ അനുഗ്രഹിക്കണം. പിന്നെ ജീവിതം ഓക്കെ അപ്പൊ എന്തായാലും വീണ്ടും സെറ്റല്ലേ? എന്താ ഒരു ആവേശമില്ലാത്ത ഒരു നല്ല ഓക്കെ. അപ്പം നമ്മളങ്ങോട്ട് പൊളിക്കാൻ പോവാണ്. ഓക്കെ അടുത്ത ഒരു അടിപൊളി അല്ലേ 2 അടിപൊളി പാട്ട്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സമ്പത്തിൻ്റെ അടുത്ത പെർഫോമൻസിലേക്ക് നമ്മൾ പോവും. 2 അടിപൊളി പാട്ടിന് വേണ്ടി നമ്മളെ പ്രിയപ്പെട്ട രാഹുലിനെയും അതുപോലെ തന്നെ അനഘയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെസ് റെഡി? മൊത്തത്തിൽ ഉള്ള ആളുകൾ മൊത്തത്തിലൊരു നല്ല കൈയടി തന്നെ. നമ്മളിങ്ങനെയാണ്. കാരണം നമുക്കറിയാം വൈകുന്നേരമായി, പലർക്കും പല കാര്യങ്ങളുണ്ടാവും, തിരക്കുകളുണ്ടാവും. എന്നാലും ഓക്കെ ഡൺ. യെസ് രാഹുൽ.